ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 5ാമത്തെ പാഠം നേരമായി. അതിൽ 71ാമത്തെ പേജ് മുതലാണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ പോയി കാണുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലോക്ക് നോക്കൂ, സമയം എഴുതൂ. അപ്പോൾ മക്കൾക്ക് സമയം നോക്കാനൊക്കെ അറിയോ? 2 ക്ലോക്കിൽ 2 സമയം തന്നിട്ടുണ്ട്. പിന്നെയോ അതിൽ ഏതാണ് മണിക്കൂർ സൂചി, ഏത് നമ്പറിലാണ്, മിനിറ്റ് എത്രയാണ്, സെക്കൻഡ് എത്രയാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് എഴുതണം. 1ാമത്തെ ക്ലോക്കിൽ നോക്കിക്കേ. നമ്മൾ പറഞ്ഞു മണിക്കൂർ സൂചി എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സൂചിയാണ് കേട്ടോ, ഏറ്റവും നീളം കുറഞ്ഞ സൂചിയാണ്. അത് എത്രയുടെ നടുക്കാണ്? 3ൻ്റെയും 4ൻ്റെയും നടുക്കാണ്. അപ്പം നമ്മൾ മണിക്കൂറിൻ്റെ സ്ഥാനത്ത് 3 എന്നെഴുതാം. 4ലേക്ക് എത്തിയിട്ടില്ലല്ലോ, അപ്പോൾ 3 മണിക്കൂർ. ഇനി മിനിറ്റ് എന്ന് പറയുന്നത് നീളത്തിൽ ആ കട്ടിയുള്ള സൂചിയാണ് കേട്ടോ. ഏത് നമ്പറിൻ്റെ നേരെയാണ് ആ സൂചിയുള്ളത്? 6ൻ്റെ നേരെയാണ്. അപ്പോൾ 6 എന്ന് പറയുന്നത് മിനിറ്റിൽ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? 1ൻ്റെ നേരെ 5, 2ൻ്റെ നേരെ 10, 3ൻ്റെ നേരെ 15, 4ൻ്റെ നേരെ 20, 5ൻ്റെ നേരെ 25, 6ൻ്റെ നേരെ 30. 30ന് നമ്മൾ അര എന്നും പറയും കേട്ടോ. അപ്പോൾ മിനിറ്റ് 30. ഇനി സെക്കൻഡ് സൂചിയോ? എത്ര സെക്കൻഡ് ആയിട്ടുണ്ട്? സെക്കൻഡ് സൂചി ആ നേർത്ത നീളത്തിലുള്ള സൂചിയാണ്. അതിവിടെ 3ൻ്റെ നേരെയാണ് അല്ലേ കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 5, 10, 15 എന്ന് പറയുമ്പോൾ 15 സെക്കൻഡാണ്. അപ്പോൾ 3 മണിക്കൂർ 30 മിനിറ്റ് 15 സെക്കൻഡ്. 2ാമത്തെ ക്ലോക്കിൽ മണിക്കൂർ സൂചി എവിടെയാണുള്ളത്? 10ന് നേരെയാണ്. അപ്പോൾ 10 മണിക്കൂർ. പിന്നെ മിനിറ്റ് സൂചി എവിടെയാ? 2ന് നേരെയാണ് അല്ലേ. അപ്പോൾ 10 മിനിറ്റ്. പിന്നെ എത്ര സെക്കൻഡായി? 4 കഴിഞ്ഞ് 5ൻ്റെ നടുക്കാണ്. അപ്പോൾ എത്ര സെക്കൻഡ് നമുക്ക് എഴുതാം? 4 എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്. അപ്പോൾ നമുക്കൊരു 21 22 സെക്കൻഡ് എഴുതാം. ഇനി സമയം ക്ലോക്കിൽ വരച്ച് ചേർക്കാനാണ് കേട്ടോ. സമയം ഇവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ സൂചികൾ മക്കൾ വരയ്ക്കണം. അതിന് നമുക്ക് ആദ്യത്തെ ക്ലോക്കിൽ 12 മണിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മണിക്കൂർ സൂചി 12ന് നേരെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ മിനിറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 50 മിനിറ്റാണ്. അപ്പോൾ 50 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആയാൽ അടുത്ത മണിക്കൂറായില്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം 12ന് നേരെ വരയ്ക്കാതെ 12 കഴിഞ്ഞ് 1ലേക്ക് എത്തുന്ന ആ ഒരു സ്ഥലത്തേക്കായിട്ട് വരയ്ക്കുക കേട്ടോ. ഇനി മിനിറ്റിൻ്റെ സൂചി 10ന് നേരെ എത്തുമ്പോഴാണ് 50 മിനിറ്റ് ആകുന്നത്. 30 സെക്കൻഡ് ആവുന്നത് 6ന് നേരെ എത്തുമ്പോഴാണ്. ഇനി 6 മണി 5 മിനിറ്റ്. അപ്പോൾ അതായത് 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മണിക്കൂർ സൂചി 6ന് നേരെ വരയ്ക്കാം. മിനിറ്റ് സൂചിയോ? 5 എന്ന് പറയുന്നത് 1 ആണല്ലേ. 1 എത്തുമ്പോഴാണ് 5 മിനിറ്റ് ആവുന്നത്. ഇനി 16 സെക്കൻഡ് എന്ന് പറയുന്നത് 3ൻ്റെ നേരെ എത്തുമ്പോൾ 15. ഒരൊറ്റ വരയും കൂടെ അപ്പുറത്തേക്ക് എത്തിയാൽ എത്രയായി? 16 ആയി കേട്ടോ. അടുത്തതൊരു പസിൽ കോർണർ തന്നിട്ടുണ്ട്. 1 മണിക്കൂർ മുമ്പ് സമയം 10 മണി 15 മിനിറ്റ് ആയിരുന്നു. 2.5 മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയാവും? അപ്പോൾ 1 മണിക്കൂർ മുൻപത്തെ സമയം എത്രയാണ്? 10 മണി 15 മിനിറ്റ് അല്ലേ. 10:15 അതിപ്പോഴത്തെ സമയമല്ല, 1 മണിക്കൂർ മുൻപത്തെ സമയം. അപ്പോൾ ഇപ്പോഴത്തെ സമയം എത്രയാ? 11 മണി 15 മിനിറ്റ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? 2.5 മണിക്കൂർ കഴിഞ്ഞാൽ എത്ര സമയമാവും? അപ്പോൾ 11 മണി 15 മിനിറ്റിനോട് 2:30 കൂട്ടണം. 11 മണിയോട് 2 കൂട്ടുമ്പോൾ 13. അതായത് 13 എന്ന് പറഞ്ഞാൽ 12 മണി വരെയല്ലേ ഉള്ളൂ. പിന്നെ വീണ്ടും 1 അല്ലേ. അപ്പോൾ 13 എന്ന് പറയുന്നത് 1 മണിയായി. പിന്നെ 15 മിനിറ്റിനോട് 30 മിനിറ്റ് കൂട്ടുമ്പോൾ 45 മിനിറ്റ്. അതായത് 1:45. ഇപ്പോൾ മനസ്സിലാവാൻ വേണ്ടി ഞാനിങ്ങനെ എഴുതി കാണിച്ചു എന്നുള്ളൂ. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 10:15 1 മണിക്കൂർ മുമ്പ്. അപ്പോൾ അതിനോട് 1 മണിക്കൂർ കൂട്ടുമ്പോൾ 11:15 ഇപ്പോഴത്തെ സമയം. ആ 11നോട് 2 മണിക്കൂറും 30 മിനിറ്റുമാണ് കൂട്ടേണ്ടത്. 11നോട് 2 കൂട്ടുമ്പം 12, 1 അല്ലേ. 15നോട് 30 കൂട്ടുമ്പോൾ 45, 1:45 മനക്കണക്കായിട്ട് ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത് പലതുള്ളി പെരുവെള്ളം. ഈ ടാപ്പിൽ നിന്നും 1 സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ വെള്ളം വീതം ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ 1 സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ.
അങ്ങനെയെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എത്ര മില്ലി ലിറ്റർ വെള്ളം ഒഴുകിപ്പോകും? അപ്പോൾ മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ എഴുതി കാണിക്കാം. 1 സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ വെള്ളമാണ് ഒഴുകിപ്പോകുന്നത്. അപ്പോൾ നമ്മളോട് 10 മിനിറ്റിനുള്ളിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10 മിനിറ്റിൽ എത്ര വെള്ളം ഒഴുകി പോകുമെന്ന് മനസ്സിലാവണമെങ്കിൽ 10 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണെന്ന് അറിയണ്ടേ? അപ്പോൾ മക്കൾക്ക് അറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ് എന്ന്. അപ്പോൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10നെ 60 കൊണ്ട് അങ്ങ് ഗുണിക്കുക. 10 × 60 600 സെക്കൻഡാണ് 10 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം എത്രയാ? 1 സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ ആണെങ്കിൽ 600 സെക്കൻഡിൽ 600 മില്ലി ലിറ്റർ. മനസ്സിലായോ? അപ്പോൾ ഞാൻ കണക്കാക്കിയ രീതി എന്നുള്ളിടത്ത് മക്കൾക്ക് ഇത് എഴുതി കൊടുക്കാം കേട്ടോ. അവിടെ 600 മില്ലി ലിറ്റർ എന്ന് ഉത്തരം എഴുതാം. ഇനി സെക്കൻഡുകൾ മാത്രം. സെക്കൻഡ് സൂചി 12ൽ നിന്നും 1-ലെത്താൻ എടുക്കുന്ന സമയം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, 12ൽ നിന്ന് 1-ലേക്ക് എത്തുമ്പോൾ 5, 2-ലെത്തുമ്പം 10. അത് സെക്കൻഡ് ആയാലും മിനിറ്റ് ആയാലും അങ്ങനെയാണ് കേട്ടോ കൂട്ടുക. അപ്പോൾ 12ൽ നിന്നും 1-ലെത്താൻ എത്ര സെക്കൻഡ് വേണം? സെക്കൻഡ് സൂചിക്ക് എത്ര വേണം? 5 സെക്കൻഡ് വേണം. ഇനി സെക്കൻഡ് സൂചി 12ൽ നിന്നും 2-ലെത്താൻ എടുക്കുന്ന സമയമോ? അപ്പോൾ 10 സെക്കൻഡ്. സെക്കൻഡ് സൂചി 12ൽ തുടങ്ങി 15 സെക്കൻഡ് ആകുമ്പോൾ ഏത് സംഖ്യയ്ക്ക് നേരെ എത്തും? 3-ന് നേരെയാണ് എത്തുന്നത്. സെക്കൻഡ് സൂചി വട്ടത്തിൻ്റെ പകുതി ഭാഗം കറങ്ങാൻ വേണ്ട സമയം എത്ര? നമ്മൾ പറഞ്ഞു 60 സെക്കൻഡാണ് ഉള്ളത്. അതിൻ്റെ പകുതി ഭാഗം എത്രയാ? 30 സെക്കൻഡാണ് 6-ലെത്തുന്നത് അല്ലേ? 30 സെക്കൻഡ് സമയം വേണം. അടുത്തത് പാചക മത്സരം. സ്കൂളിൽ പണ്ട് പഠിച്ചിരുന്നവർ ഒത്തുചേർന്നപ്പോൾ പലതരം പായസമുണ്ടാക്കി. പാചകം തുടങ്ങിയ സമയമാണ് ക്ലോക്കിൽ. എത്ര സമയത്താണ് പാചകം തുടങ്ങിയത്? 10 മണിക്കൂർ 30 മിനിറ്റ് 5 സെക്കൻഡ് അല്ലേ? ചെറിയ സൂചി 10-ന് നേരെ, വലിയ സൂചി 6-ന് നേരെ, സെക്കൻഡ് സൂചി 1-ന് നേരെ. ഇനി ഇവിടെ എന്താ പറയുന്നത്? ഞാൻ 2 മണിക്കൂർ 10 സെക്കൻഡ് കൊണ്ട് തീർത്തു. ആദ്യത്തെ ആൾ എത്ര സമയം കൊണ്ടാ? 2 മണിക്കൂർ 10 സെക്കൻഡ്. അപ്പോൾ 10 എന്നാണ് 10 മണിക്കൂർ അല്ലേ? മണിക്കൂർ സൂചി 10-ന് നേരെയാണുള്ളത്. അപ്പോൾ 2 മണിക്കൂർ കൂടെ ആയാൽ ആ സൂചി ഏതുമലേക്ക് എത്തും? 12-ലേക്ക് എത്തും. മിനിറ്റുകൾ തരാത്തത് കൊണ്ട് മിനിറ്റിന് മാറ്റമൊന്നുമില്ല. പിന്നെയോ 10 സെക്കൻഡ് കൊണ്ട് തീർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1-ലാണ് ഇപ്പം നിൽക്കുന്നത്. വീണ്ടും 10 ആവണമെങ്കിൽ 2-ലെത്തുമ്പം 5 സെക്കൻഡ്, 3-ലെത്തുമ്പോഴാണ് 10 സെക്കൻഡ് ആവുക അല്ലേ? അല്ലാണ്ട് 15 എന്നല്ല കേട്ടോ. 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഓരോ സംഖ്യയുടെ ഇടവേളയിലും എന്താണ്? 5 സെക്കൻഡ് ആണല്ലേ ഉള്ളത്. സെക്കൻഡ് സൂചി നോക്കുമ്പോൾ 5 സെക്കൻഡ് ആണുള്ളത്. അപ്പോൾ 1-ന്ന് 2-ലേക്ക് എത്തുമ്പം 5 സെക്കൻഡ്, 2-ൽ നിന്ന് 3-ലേക്ക് എത്തുമ്പം 10 സെക്കൻഡ്. അപ്പോൾ നമുക്ക് മണിക്കൂർ സൂചിയും സെക്കൻഡ് സൂചിയും മാറ്റി വരച്ചപ്പോൾ സമയം എത്രയാ? 12 മണി 30 മിനിറ്റ് 15 സെക്കൻഡ്. അടുത്ത ആൾ എത്ര സമയം കൊണ്ടാണ് പായസം ഉണ്ടാക്കി തീർന്നത്? എനിക്ക് 132 മിനിറ്റ് 35 സെക്കൻഡ് മതിയായിരുന്നു. അപ്പം 132 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. 60 സെക്കൻഡ് എന്ന് പറയുന്നത് 1 മിനിറ്റാണ്. 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അപ്പോൾ എത്ര 60 ഉണ്ട്? 132-ൽ 2 60 60 കൂട്ടണം 60 കൂട്ടണം എത്രയാ? 12 അല്ലേ? 60ഉം 60ഉം 120. പിന്നെ ബാക്കി 12 ഉണ്ട്. അപ്പം നമുക്ക് 2 60 വന്നതുകൊണ്ട് തന്നെ 2 മണിക്കൂർ, ബാക്കിയുള്ള 12 മിനിറ്റാണ് അല്ലേ? 60 മിനിറ്റ് ആകുമ്പോഴല്ലേ 1 മണിക്കൂർ. അപ്പോൾ അത് 12 മിനിറ്റേ ഉള്ളൂ. പിന്നെ നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് 35 സെക്കൻഡ്. അപ്പോൾ എത്ര സമയമാണ് എടുത്തിട്ടുള്ളത്? 2 മണിക്കൂർ 12 മിനിറ്റ് 35 സെക്കൻഡ്. 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി നമുക്ക് 10-ൽ നിന്ന് 2 മണിക്കൂർ കൂടുമ്പോൾ 12 മണിയായി. പിന്നെ മിനിറ്റ് സൂചിയോ 12 മിനിറ്റാണ്. അപ്പം നമുക്കിവിടെ 30-ലാണ് തന്നിട്ടുള്ളത്. 30 എന്ന് പറയുന്നത് 6. അപ്പോൾ അതിലേക്ക് 12 മിനിറ്റ് കൂടുമ്പം 7-ലെത്തുമ്പോൾ 5 മിനിറ്റ്, 8-ലെത്തുമ്പം 10 മിനിറ്റ്, പിന്നെ 2 പോയിൻറ്റും കൂടെ അല്ലേ? 12 ആവാൻ 10-നോട് 2 പോയിൻറ്റും കൂടെ കഴിഞ്ഞിട്ട് 12-ലേക്ക് മക്കൾ വരയ്ക്കുക. പിന്നെ സെക്കൻഡ്
35 സെക്കൻഡാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1-ലാണ് സെക്കൻഡ് സൂചി ഉള്ളത്. പിന്നെ 2-ലെത്തുമ്പം 5, 3-ലെത്തുമ്പം 10, 4-ലെത്തുമ്പം 15 സെക്കൻഡ്, 5-ലെത്തുമ്പം 20 സെക്കൻഡ്, 6-ലെത്തുമ്പം 25 സെക്കൻഡ്, 7-ലെത്തുമ്പോൾ എത്രയായി 30 സെക്കൻഡ്, 8-ലെത്തുമ്പോൾ 35 സെക്കൻഡ്. അപ്പോൾ 8-ലേക്ക് നിങ്ങൾ സെക്കൻഡ് സൂചി വരച്ചു കൊടുക്കുക കേട്ടോ. അടുത്ത ആളുടെ നോക്കിക്കേ, 2 മണിക്കൂർ ആകുന്നതിന് 20 മിനിറ്റ് 45 സെക്കൻഡ് മുമ്പ് എൻ്റെ പാചകം കഴിഞ്ഞു. അപ്പോൾ അതിന് 2 മണിക്കൂർ ആവുന്നതിന് മുൻപ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 മണിക്കൂർ എന്ന് പറയുന്നത് 2:60 ആണല്ലേ. അതിൽ 20 മിനിറ്റ് 45 സെക്കൻഡ് ആകുന്നതിന് മുൻപ് എൻ്റെ പാചകം കഴിഞ്ഞു. ഞാനിവിടെ റഫായിട്ട് ഒരു ക്ലോക്ക് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ ആകുന്നതിന് 20 മിനിറ്റ് 45 സെക്കൻഡ് മുൻപ് പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ എന്ന് പറയുന്നത് എത്രയാ? 2 മണിക്കൂർ എന്ന് പറയുന്നത് 2:60 ആണല്ലേ. 60 കൂട്ടണം 60 ആണ്. 60 മിനിറ്റും 60 മിനിറ്റും കൂടുമ്പോഴാണ് 2 മണിക്കൂർ ആവുന്നത്. ഇതിൽ 20 മിനിറ്റ് ഒരു 60-ൽ നിന്ന് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ എത്രയാ? 40 മിനിറ്റാണ്. അപ്പോൾ 60 എന്ന് പറയുന്നത് 1 മണിക്കൂർ, പിന്നെ ഇവിടെ 40 മിനിറ്റ്. അപ്പോൾ 1 മണിക്കൂർ 40 മിനിറ്റ് സമയമാണ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ എന്ത് പറയുന്നുണ്ട്? 45 സെക്കൻഡും ആവുന്നതിന് മുൻപ്. അപ്പോൾ ഈ 40 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. അപ്പോൾ അതിൽ 39 മിനിറ്റും എന്തായി? കറക്റ്റിലുണ്ട്. 40-ാമത്തെ മിനിറ്റിൽ 60 സെക്കൻഡ് അല്ലേ. 40-ാമത്തെ മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. 60 സെക്കൻഡിൽ 45 സെക്കൻഡ് ആവുന്നതിന് മുൻപ്. അപ്പം നമുക്ക് 45 ഇവിടുന്ന് കുറയ്ക്കാം. ബാക്കി എത്രയാ? 15 അല്ലേ ഉണ്ടാവുക? 15 സെക്കൻഡ്. അപ്പോൾ എത്ര സമയം വരുന്നത്? 1 മണിക്കൂറും പിന്നെയോ 40 മിനിറ്റും 15 സെക്കൻഡും. 1 മണിക്കൂർ പിന്നെ 40 അല്ലേ? 40 മിനിറ്റ് 15 സെക്കൻഡ്. 15 സെക്കൻഡ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. 60 സെക്കൻഡാണ് ആ 40-ാമത്തെ മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 40-ാമത്തെ മിനിറ്റ് എന്ന് പറയുന്നത് എന്താവും? 1 മിനിറ്റ് ഇല്ലല്ലേ. അപ്പം നമുക്കിവിടെ 39 മിനിറ്റ് എഴുതാം. 40-ാമത്തെ മിനിറ്റ് ഫുള്ളായിട്ടില്ല. അപ്പോൾ 39 മിനിറ്റും 15 സെക്കൻഡുമാണ് ഉള്ളത്. അപ്പം നമുക്ക് ഇതിലേക്ക് അടയാളപ്പെടുത്തുമ്പോൾ എങ്ങനെ വരും? 10:30 ആണല്ലേ. 10-മ്മലും 6-മ്മലുമാണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഉള്ളത്. അപ്പം ആദ്യത്തെ ലൈന് 10-മ്മലാന്ന് വിചാരിക്കുക. മിനിറ്റ് സൂചി ഇവിടെയും സെക്കൻഡ് സൂചി നീളമുള്ള മെലിഞ്ഞ സൂചി 1-ലുമാണെന്ന് വിചാരിക്കാം. അപ്പോൾ 1 മണിക്കൂർ കൂട്ടണം. 10-ലേക്ക് 1 മണിക്കൂർ കൂട്ടുമ്പം മിനിറ്റ് സൂചി എവിടെ എത്തി? 11-ലെത്തി. അല്ല, മിനിറ്റ് സൂചി അല്ല, മണിക്കൂർ സൂചി 11-ലെത്തി. പക്ഷേ 11-ൽ നമുക്കിവിടെ ഒരു ചെറിയൊരു അടയാളം ഇടാം. അവിടെ എത്തി. പക്ഷേ 39 മിനിറ്റ് ഉണ്ട്. മിനിറ്റ് സൂചി എവിടെയാണ് ഉള്ളത്? 6-ലാണ്. 6 എന്ന് പറയുന്നത് 30. ഇതിലേക്ക് 39 മിനിറ്റ് നമുക്ക് കൂട്ടണം. അപ്പോൾ 6-ന്ന് 7-ലെത്തുമ്പോൾ 5 മിനിറ്റ്, 10 മിനിറ്റ്, 15, 20, 25, 30, 35. പിന്നെ ഇവിടെ കുഞ്ഞ് ലൈൻ ഉണ്ടാവും. അപ്പോൾ എത്രയായി? 35 പിന്നെ 4 വരെ കൂടെ വേണം അല്ലേ? 39. അപ്പോൾ മിനിറ്റ് സൂചി എവിടേക്ക് വരും? ഇവിടേക്ക്. അത് ഞാൻ റെഡ് കൊണ്ട് അടയാളപ്പെടുത്താം. 39 സെക്കൻഡ് എത്തുമ്പോൾ മിനിറ്റ് സൂചി ഇവിടെ എത്തും. ഈ സൂചി ഇവിടേക്കെത്തും. ഇതപ്പം എവിടേക്കെത്തും? ഈ 12 കഴിഞ്ഞാൽ വീണ്ടും 11-ൽ നിൽക്കുമോ? ഇല്ലല്ലേ. 12 കഴിഞ്ഞ് മിനിറ്റ് സൂചി ചാടിയത് കൊണ്ട് തന്നെ വീണ്ടും അടുത്ത മണിക്കൂറായി. അപ്പോൾ ഇവിടെ നമുക്ക് മണിക്കൂർ സൂചി 12-ലും മിനിറ്റ് സൂചി ഇവിടെയും. ഇനി സെക്കൻഡ് സൂചിയോ 5-ലാണുള്ളത്. ഇനി 15 സെക്കൻഡും കൂടെ വേണം. 10-ലെത്തുമ്പം ഇപ്പം എത്രയായി? 5 സെക്കൻഡ്.
അല്ല 2-ലെത്തുമ്പോൾ 5 സെക്കൻഡ്, 3-ലെത്തുമ്പോൾ 10 സെക്കൻഡ്, 4-ലെത്തുമ്പോഴാണ് 15 സെക്കൻഡ്. അപ്പോൾ മണിക്കൂർ സൂചി 12-ലും മിനിറ്റ് സൂചി പിന്നെ ഇവിടെ 1 കഴിഞ്ഞ് 4-മത്തെ കുഞ്ഞ് വരയിൽ, പിന്നെ സെക്കൻഡ് സൂചി ഈ 4-ലും കേട്ടോ. അപ്പോൾ എത്രയാ ടൈം? 12 മണി പിന്നെ 9 മിനിറ്റ് 20 സെക്കൻഡ്. 15 സെക്കൻഡ് കൂടിയപ്പോൾ 20 സെക്കൻഡ്. 12 മണി 9 മിനിറ്റ് 20 സെക്കൻഡ്. അപ്പം നമ്മൾ 12:09 എന്നാണ് നമ്മൾ പറയുക. സെക്കൻഡ് സൂചി നമ്മൾ പൊതുവായിട്ട് അങ്ങനെ പറയാറില്ല കേട്ടോ. അടുത്തത്, എനിക്ക് 1 മണിക്കൂറും 50 മിനിറ്റും 25 സെക്കൻഡും വേണ്ടി വന്നു. അപ്പം നമുക്കൊന്ന് വരച്ചു നോക്കാം. സമയം 10:30 ആണല്ലേ, 5 സെക്കൻഡും. ഇനി നമുക്ക് 1 മണിക്കൂറും 50 മിനിറ്റുമാണ്. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നല്ലോ. ഇനി എളുപ്പത്തിന് 1 മണിക്കൂർ നമുക്ക് കൂട്ടിയാൽ ഇവിടെ 10-ന്ന് 11-ലെത്തും. അത് ആർക്കും അറിയല്ലേ. ഇനി 50 മിനിറ്റാണ്. അപ്പോൾ ഇവിടെ 30 മിനിറ്റാണ് ഉള്ളത്. 6-ലെത്തുക എന്ന് പറഞ്ഞാൽ 30 മിനിറ്റിലാണ്. അതിനോട് എത്ര മിനിറ്റ് കൂട്ടാനുണ്ട്? 50 മിനിറ്റ്. ആ 50 മിനിറ്റിൽ 30 കൂട്ടിയാൽ ഏടെത്തി? 60 ആയി. 60 എത്തുമ്പം 11-ന്ന് 12-ലേക്ക് എത്തും മണിക്കൂർ സൂചി. ബാക്കി 50-ലേക്ക് എത്ര ഉള്ളത്? 20 മിനിറ്റാണ് ഉള്ളത്. അപ്പോൾ 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മണിക്കൂർ സൂചി വരയ്ക്കാം. 10-ൽ നിന്ന് 12-ലേക്ക് മണിക്കൂർ സൂചി എത്തി. അതായത് 1 മണിക്കൂറും 30 മിനിറ്റും കൂട്ടുമ്പം 12-ലെത്തി. ബാക്കി 20 മിനിറ്റ് എന്ന് പറയുമ്പം മിനിറ്റ് സൂചി 4-ൽ 5, 10, 15, 20. സെക്കൻഡ് സൂചി അല്ലേ 25 സെക്കൻഡാണ് കൂട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 1-ലാണുള്ളത്. 1 എന്ന് പറയുന്നത് 5 സെക്കൻഡ്. ഇനി ഇവിടേക്ക് എത്തുമ്പോൾ 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡ്, 20 സെക്കൻഡ്, 25 സെക്കൻഡ്. അപ്പോൾ 25 സെക്കൻഡ് കൂടെ ആവണേ സെക്കൻഡ് സൂചി എവിടെ എത്തണം? 6-ലെത്തണം. അപ്പോൾ ടൈം എത്രയാണ് ആയിട്ടുള്ളത്? സമയം എത്രയാ? 12:20, 6 സെക്കൻഡ്. ഇനി പാചകത്തിന് വേണ്ടി വന്ന ഏറ്റവും കൂടുതൽ സമയം ഏതാണ് മക്കളെ? 2 മണിക്കൂർ 12 മിനിറ്റ് 35 സെക്കൻഡാണ് അല്ലേ? രണ്ടാമത്തെ ആളുടേതാണ്. ഏറ്റവും കുറവ് സമയം എന്ന് പറയുന്നത് 1 മണിക്കൂർ 39 മിനിറ്റ് 15 സെക്കൻഡാണ്. അതായത് മൂന്നാമത്തെ ആളുടേത്. അടുത്തത് നോട്ടീസ് ബോർഡ്. ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. ദേശീയ ഗണിതശാസ്ത്ര ദിനാഘോഷത്തിൻ്റെ മുന്നോടിയായുള്ള മത്സരങ്ങൾ 20-12-2025 നടക്കും. മത്സരിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾ ഇന്ന് 1:30 മുമ്പായി ക്ലാസ് അധ്യാപകർക്ക് പേര് കൊടുക്കണം. മത്സരങ്ങൾ ഗണിത ക്വിസ്, ഗണിത പസിൽ, പാറ്റേൺ രചന. ഇവിടെ 1:30 മുൻപായിട്ടാണ് അധ്യാപകർക്ക് പേര് കൊടുക്കേണ്ടത്. 20-12-2025 അല്ലേ? ഓരോ കുട്ടി ആലോചിക്കുകയാണ്. ദിവസം, മാസം, വർഷം എന്ന ക്രമത്തിലാണ് തീയതി എഴുതുന്നത്. ആദ്യം ഏതാണ് ദിവസം എന്നെഴുതി, പിന്നെയാണ് മാസം എഴുതിയത്, പിന്നെയാണ് വർഷം എഴുതിയത്. മാസം, ദിവസം, വർഷം എന്ന ക്രമത്തിൽ എഴുതുന്ന രീതിയുമുണ്ട്. പേര് കൊടുക്കേണ്ട അവസാന തീയതി എന്നാണ് മക്കളെ? ഇന്ന് 1:30 മുമ്പായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തേത് 15-12-2025 അവിടെ തന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ പേര് കൊടുക്കേണ്ട അവസാന തീയതി 15-12-2025. സബ് ജില്ലാ മത്സരം 1-1-2026 സ്കൂൾ മത്സരം കഴിഞ്ഞ് എത്രാമത്തെ ദിവസമാണ് സബ് ജില്ലാ മത്സരം നടക്കുന്നത്? അപ്പോൾ സ്കൂൾ മത്സരം 20-12-2025 തന്നിട്ടുണ്ട്. അപ്പോൾ 1-ാം തീയതിയാണ് സബ് ജില്ലാ മത്സരം. അപ്പോൾ എത്ര ദിവസമുണ്ട്? ഡിസംബർ മാസം 31 ദിവസങ്ങളാണ് ഉള്ളത് അല്ലേ? അപ്പം 20 മുതൽ 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31. അപ്പോൾ എത്ര ദിവസമുണ്ട്? 11 ദിവസമാണ് ഉള്ളത് അല്ലേ? ഇനി കലണ്ടർ നോക്കൂ, കണ്ടുപിടിക്കൂ. ഈ വർഷത്തെ കലണ്ടർ നോക്കൂ. ഡിസംബർ 22 ഏത് ദിവസമാണ്? 2025 ഡിസംബറിലെ കലണ്ടറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മക്കൾ നോക്കിക്കുക, ഡിസംബർ 22 ഏത് ദിവസമാണ്?
22 എന്ന നമ്പറിന് നേരെ മുകളിലോട്ടുള്ള ദിവസം ഏതാണ്? തിങ്കളാണ് അല്ലേ? അപ്പം നിങ്ങൾക്ക് അവിടെ തിങ്കൾ എന്ന് എഴുതാം. അടുത്തത് മാർച്ച് 28 വ്യാഴാഴ്ചയാണ്. മാർച്ച് 11 ഏത് ദിവസമായിരുന്നു? 2025 മാർച്ചിലെ കലണ്ടറാണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് എന്താണ്? വ്യാഴം. വ്യാഴം 28 വ്യാഴം എന്നാണ് തന്നിട്ടുള്ളത്. പക്ഷേ ശരിക്കും 27 കേട്ടോ വ്യാഴം. ഇവിടെ 28 വെള്ളിയായപ്പോൾ 11 ചൊവ്വയാണ് അല്ലേ? അപ്പം 28 വ്യാഴമായിരുന്നെങ്കിൽ 11 എത്രയായിരിക്കും? തിങ്കളായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ ചെറിയ തെറ്റുണ്ട്. അപ്പോൾ നിങ്ങൾ 28 വ്യാഴമായത് ആണെന്നുള്ളത് ഉത്തരത്തിൽ എഴുതുകയാണെങ്കിൽ തിങ്കൾ കൊടുക്കുക. ഇനി ചോദ്യം നിങ്ങളുടെ ടീച്ചർ തിരുത്തി തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ചൊവ്വ കൊടുക്കുക കേട്ടോ. ഈ ചോദ്യത്തിൽ തന്നതുപോലെയാണെങ്കിൽ തിങ്കളായിരിക്കും. അപ്പം ഞാൻ അവിടെ തിങ്കൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇന്ന് ഞായറാഴ്ചയാണ്. 24ാമത്തെ ദിവസം ഏതായിരിക്കും? 2025 ജൂണിൽ ഞായറാഴ്ച 1 കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. 24ാമത്തെ ദിവസം ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ നോക്കിക്കേ, 24ാമത്തെ ദിവസം ചൊവ്വ അല്ലേ? അടുത്തത് കലണ്ടർ കണക്ക്. കലണ്ടറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ സെറ്റ് സംഖ്യകളും നോക്കൂ. എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? നോട്ട് ബുക്കിൽ എഴുതൂ. ആദ്യത്തെ സെറ്റ് ഏതാ? 3, 10, 17, 24, 31. ഇതിൽ 7 കൂടി വരുന്നു അല്ലേ? ഇനി രണ്ടാമത്തെ സെറ്റോ? 4, 12, 20, 28. ഇതിൽ 8 കൂടി വരുന്നു. ഓരോ അക്കങ്ങളും തമ്മിലുള്ള വ്യത്യാസം 8 മൂന്നാമത്തെ സെറ്റ് ഏതാണ്? 2, 8, 14, 20, 26 അല്ലേ? 6 വീതം കൂടി വരുന്നു. അപ്പോൾ ഇവിടെ തുടർന്നുള്ള സംഖ്യകൾ എഴുതാമോ? 3, 10, 17. അപ്പോൾ എത്രയാ? 7 കൂടി വരുന്നത് അല്ലേ? 24, 31 മുകളിൽ തന്നിട്ടുണ്ട്. 4, 12, 20. പിന്നെയോ 28. പിന്നെ ഏതാ വരിക? 8 കൂട്ടുന്ന സമയത്ത് 36. പിന്നെ 2, 8, 14. പിന്നെ 6 കൂടി വരുന്നു അല്ലേ? അപ്പോൾ 20, 26. ഇതുപോലെ മക്കളൊന്ന് കണ്ടുപിടിച്ചേ. ഞാനിവിടെ 9, 15, 21, 27 അത്രയും നമ്പർ എടുത്തിട്ടുണ്ട്. അത് 6 വീതം വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? 6 നമ്പേഴ്സ് കൂടി വരികയാണ്. ഇനി അതുപോലെ മക്കൾക്ക് ഏത് വേണമെങ്കിലും എടുത്തിട്ട് ഇതുപോലെ എഴുതാം കേട്ടോ. നോക്കിയിട്ട് എഴുതാം. ഇനി കലണ്ടർ പരിശോധിച്ച് കൂടുതൽ പാറ്റേണുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പാറ്റേണുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ കൂടുതൽ പാറ്റേണുകൾ കണ്ടെത്തുക കേട്ടോ. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം: നിധിയുടെ സ്കൂളിൽ നിന്നും രാവിലെ 5:30 വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട ബസ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വൈകിട്ട് 5:30 സ്കൂളിൽ തിരിച്ചെത്തി. യാത്രക്കെടുത്ത സമയം എത്ര? രാവിലെ 5:30 തുടങ്ങി വൈകിട്ട് 5:30 വരെയാണെങ്കിൽ എത്ര സമയമായിരിക്കും മക്കളെ? 12 മണിക്കൂറായിരിക്കും. അത് ഇനി ഏത് സമയമായാലും ഒരു സമയത്ത് തുടങ്ങി തൊട്ട് അതേപോലുള്ള അതേ സമയത്ത് തന്നെ അവസാനിക്കുകയാണെങ്കിൽ 12 മണിക്കൂറായിരിക്കും. നേരെ മറിച്ച് ഇന്ന് രാവിലെ ഒരു 10 മണിക്കാണെങ്കിൽ നാളെ രാവിലെ 10 മണിക്കാണ് എത്തുന്നതെങ്കിലോ 2 12 വരും, 24 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉത്തരം 12 മണിക്കൂർ. രണ്ടാമത്തെ ചോദ്യം: മണിക്കൂർ സൂചി 7-ൽ നിന്ന് തുടങ്ങി 3-ലെത്താൻ എടുക്കുന്ന സമയം എത്ര? അപ്പോൾ മണിക്കൂർ സൂചിയാണ് ചോദിച്ചിട്ടുള്ളത്. 7-ൽ നിന്നാണ് തുടങ്ങുന്നത്. 8-ലെത്തുമ്പോൾ മണിക്കൂർ സൂചി ആയതുകൊണ്ട് തന്നെ 1 മണിക്കൂർ, 9-ലെത്തുമ്പം 2 മണിക്കൂർ, 10-ലെത്തുമ്പോൾ 3 മണിക്കൂർ, 11-ലെത്തുമ്പോൾ 4 മണിക്കൂർ, 12-ലെത്തുമ്പോൾ 5 മണിക്കൂർ. പിന്നെ 12 കഴിഞ്ഞാൽ 1-ലേക്കാണ്. അപ്പോൾ 6 മണിക്കൂർ, 2-ലേക്ക് എത്തുമ്പോൾ 7 മണിക്കൂർ, 3-ലേക്ക് എത്തുമ്പം 8 മണിക്കൂർ. മൂന്നാമത്തെ ചോദ്യം: സെക്കൻഡ് സൂചി 5-ൽ നിന്ന് തുടങ്ങി 11-ലെത്താൻ എടുക്കുന്ന സമയം ഡാഷ് സെക്കൻഡാണ്. ഇത് ഡാഷ് മിനിറ്റാണ്. അപ്പോൾ സെക്കൻഡ് സൂചി 5-ലാണുള്ളത്, 11-ലാണ് എത്തേണ്ടത്.
അപ്പോൾ മക്കൾ മനസ്സിലാക്കി വെക്കുക, സെക്കൻഡ് സൂചി ഓരോന്നും സെക്കൻഡായിട്ടാണ് കൂട്ടേണ്ടത്. അപ്പോൾ 5ലാണ് ഉള്ളത് അല്ലേ. 6ലേക്ക് എത്തുമ്പം 5 സെക്കൻഡ്, 7-ലെത്തുമ്പം 10 സെക്കൻഡ്, 8-ലെത്തുമ്പം 15 സെക്കൻഡ്, 9-ലെത്തുമ്പം 20 സെക്കൻഡ്, 10-ലെത്തുമ്പോൾ 25 സെക്കൻഡ്, പിന്നെയോ 11-ലെത്തുമ്പോൾ 30 സെക്കൻഡ്. അപ്പോൾ 60 സെക്കൻഡാണ് എന്ത്, 1 മിനിറ്റ്. അപ്പോൾ ഈ 30 സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര മിനിറ്റാണ്? അര മിനിറ്റാണ്. ഇനി 4ാമത്തെ ചോദ്യം, 2 മണിക്കൂർ മുമ്പ് സമയം 9:30 ആയിരുന്നു. 9:30 എന്ന് പറഞ്ഞാൽ 9:30 കേട്ടോ. 3.5 മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയാവും? ഇപ്പോൾ 2 മണിക്കൂർ മുമ്പ് 9:30 ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ എത്രയായിരിക്കും സമയം? 9:30യിലേക്ക് 2 മണിക്കൂർ കൂടെ കൂട്ടണം. 10:30, 11:30യാണ് ഇപ്പോഴുള്ള സമയം. ഇനി 3.5 മണിക്കൂർ കഴിഞ്ഞാലോ? അപ്പോൾ ഇപ്പോൾ ഉള്ള സമയം നോക്കാതെ നിങ്ങൾ മുന്നോട്ട് 3.5 മണിക്കൂർ കൂട്ടരുത് കേട്ടോ. അപ്പം ഇപ്പോൾ ഉള്ള സമയം 11:30 ആണെങ്കിൽ 12:30, 1:30, 2:30, പിന്നെ ഒരു അരമണിക്കൂറും കൂടെ അല്ലേ. അപ്പോൾ 3 മണിയായിരിക്കും. 5ാമത്തെ ചോദ്യം, ജനുവരി മാസത്തെ ആദ്യ വെള്ളിയാഴ്ച 2-ാം തീയതിയാണ്. വെള്ളിയാഴ്ച വരുന്ന മറ്റ് തീയതികൾ ഏതെല്ലാമാണ്? 2 വെള്ളിയാഴ്ചയാണെങ്കിൽ ബാക്കിയുള്ള വെള്ളിയാഴ്ചകൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 7 കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ 2, 9, 16, 23, 30 എന്നീ തീയതികളിലായിരിക്കും ആ ജനുവരി മാസത്തെ വെള്ളിയാഴ്ചകൾ ഉണ്ടാവുന്നത്. ഇനി 6ാമത്തെ ചോദ്യം, 7-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ 17-ാം തീയതി ഏത് ദിവസമാണ്? 27-ാം തീയതി ഏത് ദിവസമാണ്? അപ്പം 7-ാം തീയതി വ്യാഴാഴ്ചയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്ത വ്യാഴം എന്ന് പറയുന്നത് അതിനോട് 7 കൂട്ടിയാൽ മതിയല്ലോ. 14-ാം തീയതി ആയിരിക്കും. അപ്പോൾ 15-ാം തീയതി വെള്ളി, 16-ാം തീയതി ശനി, 17-ാം തീയതി ഞായറാഴ്ചയായിരിക്കും കേട്ടോ. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്? 27-ാം തീയതി ഏത് ദിവസമാണ് എന്നല്ലേ. അപ്പോൾ വ്യാഴാഴ്ച 7 ആണെന്ന് തന്നിട്ടുണ്ട്. 14 അടുത്ത വ്യാഴായിരിക്കും. അടുത്ത വ്യാഴം ഏതാ? അതിനോട് 7 കൂട്ടിയത് 21 ആയിരിക്കും. വീണ്ടും 7 കൂട്ടിയാൽ 28 ആയിരിക്കും അല്ലേ. അപ്പോൾ 7, 14, 21, 28 ഇത്രയും വ്യാഴാഴ്ച ദിവസങ്ങളാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 27 ആണ്. അപ്പോൾ 28 വ്യാഴാണ് കിട്ടിയാൽ പിന്നെ 27 ഏതാണ്? ബുധനായിരിക്കും. 7ാമത്തെ ചോദ്യം സമയം എഴുതാനാണ്. ഇവിടെ ക്ലോക്കിൽ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് മണിക്കൂർ സൂചി നോക്കാം. 5-ൻ്റെയും 6-ൻ്റെയും ഇടക്കാണ്. അപ്പോൾ 5 മണി എത്ര മിനിറ്റാണ്? 9-ൻ്റെയും 10-ൻ്റെയും ഇടക്കാണ് വരുന്നത്. അപ്പോൾ 9-ൻ്റെ നേരെയാവുമ്പോൾ 45 മിനിറ്റ്. അപ്പോൾ ഒരു 47 മിനിറ്റ് എഴുതാം. ഇനി സെക്കൻഡ് സൂചി 1 കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 1-ലെത്തുമ്പോൾ 5 ആണ്. അപ്പോൾ നമുക്കൊരു 6 സെക്കൻഡ് എഴുതാം. ഇനി ഞാനിവിടെ 46 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ചെറിയ സൂചി മര്യാദയ്ക്ക് കാണാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഏകദേശം എഴുതിയിട്ടുള്ളത്. ഇനി 2ാമത്തെ ക്ലോക്കിൽ നോക്കിക്കേ. മണിക്കൂർ സൂചി 8-ൻ്റെയും 9-ൻ്റെയും ഇടയിലായതുകൊണ്ട് 8 എന്നെഴുതാം. 8 മണി. പിന്നെ 5-ൻ്റെ നേരെയാണ് മിനിറ്റ് സൂചി. അപ്പോൾ 25 മിനിറ്റ്. സെക്കൻഡ് സൂചി 12-ലേക്ക് എത്തുന്നേ ഉള്ളൂ, തൊട്ട് പുറകിലായിട്ടാണ്. അപ്പം നമുക്ക് 59 സെക്കൻഡ് എന്ന് എഴുതാം. ഇനി 8ാമത്തെ ചോദ്യം, സമയം നോക്കൂ, ക്ലോക്കിൽ വരയ്ക്കൂ. 4 മണി 28 മിനിറ്റ് 44 സെക്കൻഡ് എന്ന് ഫസ്റ്റ് ചോദ്യം തന്നിട്ടുണ്ട്. 4 മണി 28 മിനിറ്റ് ആയതുകൊണ്ട് 4 കഴിയുന്ന ആ ഒരു സ്ഥലത്തേക്കായിട്ട് നമുക്ക് മണിക്കൂർ സൂചി വരയ്ക്കാം. 28 മിനിറ്റ് എന്ന് പറയുമ്പോൾ 6-ൻ്റെ തൊട്ട് 2 കുത്ത് ബാക്കിലോട്ടായിട്ട് 28. 6-ലെത്തുമ്പോൾ 30 അപ്പോൾ 2 പോയിൻ്റ് ബാക്കിലോട്ട് മിനിറ്റ് സൂചി വരയ്ക്കാം. പിന്നെ 45 എന്ന് പറയുന്നത് 9-ലാണ്. അപ്പോൾ ഒരൊറ്റ കുത്ത് ബാക്കിലാക്കി 44 സെക്കൻഡ് സൂചിയും വരയ്ക്കാം. അടുത്തത് 1 മണി 45 മിനിറ്റ് 40 സെക്കൻഡാണ്. 1 മണി 45 മിനിറ്റ് ആയതുകൊണ്ട് 2-ലേക്ക് എത്താൻ നേരത്ത് മണിക്കൂർ സൂചി വരയ്ക്കുക. പിന്നെ 45 മിനിറ്റ് എന്ന് പറയുമ്പോൾ 9-ന് നേരെ മിനിറ്റ് സൂചി, 40 സെക്കൻഡ് എന്ന് പറയുമ്പം 8-ന് നേരെ സെക്കൻഡ് സൂചി.
അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് അത്ര പെർഫെക്ഷൻ ഒന്നും ആവുന്നില്ല. മക്കൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് വരയ്ക്കുക കേട്ടോ, മനസ്സിലാക്കി വരയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. സമയവും മാസവും വർഷവും ഒക്കെ നമ്മൾ നോക്കുന്നത് പഠിച്ചു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ മക്കൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ക്ലാസ്സിൽ കാണാം.